ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുപരിപ്പും പച്ചരിയും കൊണ്ട് നല്ല അടിപൊളി പായസമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. നിങ്ങൾ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് കമൻറ്റ് ഇടുക. ചെറുപരിപ്പ് വറുത്തെടുക്കാം. ചെറുപരിപ്പെന്ന് പറഞ്ഞാൽ ഉഴുന്ന് പരിപ്പിൻ്റെ ചെറുപരിപ്പുണ്ടല്ലേ, അത് ഇച്ചിരി നല്ല കണക്ക് നമുക്ക് വറുത്തെടുക്കാം. അപ്പം 1 ഗ്ലാസ് പാലൊഴിക്കാം, 2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കണം. ഈ പാല് നല്ല കണക്ക് തിളക്കട്ടെ. അപ്പോൾ കുക്കറിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണമെങ്കിലും വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാല് തിളയ്ക്കുന്നുണ്ട്. 1/2 കപ്പ് പച്ചരി കഴുകിയെടുത്തതാണ്, അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ ചെറുപരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കി നമുക്ക് 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. അടച്ച് വെച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. അടച്ചിട്ട് 2 വിസിലാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പും പച്ചരിയും നല്ല കണക്ക് വെന്ത് കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. അപ്പം 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, പക്ഷെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചത് അതും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കണക്ക് ഒന്ന് ബ്രൗൺ കളർ ആവുന്ന കണക്ക് വറുത്തെടുക്കാം. അപ്പം 1 നുള്ള് പച്ചക്കർപ്പൂരമാണ് എൻ്റെ കയ്യിലുള്ളത്, അതും കൂടെ അതിന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. മുന്തിരി ഇല്ലായിരുന്നു, അണ്ടിപ്പരിപ്പ് മാത്രമേ ഉള്ളൂ, അതും കൂടെ നെയ്യിൽ വറുക്കാൻ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പും പച്ചരിയും കൊണ്ടുള്ള പായസം തയ്യാറായിട്ടുണ്ട്.